പറവൂർ എസ്.എൻ.ഡി.പി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം എസ്.എൻ.ഡി.പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ ഹൈബീഡൻ എം.പി, യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പറവൂർ എസ്.എൻ.ഡി.പി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ സി.എൻ. രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ എം.എൽ.എ മുഖ്യാതിഥിയായിരുന്നു. ഹൈബീഡൻ എം.പി, യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ.എസ്. അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എസ്. സനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് പ്രസിഡന്റ് എം.ജെ. രാജു, ബിജു പുളിക്കലേടത്ത്, യോഗം കൗൺസിലർ ഷീബ ടീച്ചർ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി.എസ്. ജയരാജ്, എം.പി. ബിനു, സുഭാഷ്, വി.എൻ. നാഗേഷ്, ടി.എം. ദിലീപ്, വി.പി. ഷാജി, ടി.പി. രാജേഷ്, അനീഷ് തുരുത്തിപ്പുറം, ഇ.പി. തമ്പി, ബൈജു മടപ്ലാതുരുത്ത്, സുധി വള്ളുവള്ളി, അരുൺ കരുമ്പാടം, എ.എൻ. ഗോപാലകൃഷ്ണൻ, പ്രവീൺ കുഞ്ഞിത്തെ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ നമ്മൾ അവകാശപ്പെടുന്ന കേരള മോഡൽ സൃഷ്ടിക്കുന്നതിൽ ഗുരുദേവൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പല ചിന്താധാരകൾക്കുമെതിരെ വളരെ കൃത്യമായ നിലപാട് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഗുരുദേവന്റെ ചിന്തകൾ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വിഷണറിക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. നല്ല രീതിയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചോരോ കൊല്ലവും മുന്നേറുകയാണ്. ഈ സ്ഥാപനം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് കോളേജുകളും പല കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭാരവാഹികളും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ദർശനോത്സവത്തിൽ പങ്കെടുക്കുക ഇത് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ച പറവൂർ എസ്.എൻ.ഡി.പി യൂണിയനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചു. ഗുരുവാണ് അവസാന വാക്ക്, എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ഗുരുദേവനാണ്. നമ്മുടെ വഴികാട്ടിയാണ് ഗുരുദേവൻ, നമ്മുടെ മുന്നിലുള്ള പ്രകാശ ഗോപുരമാണ് ഗുരുദേവൻ. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്കുള്ള ഉത്തേജനമാണ്, നമുക്കുള്ള ആത്മവിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ, ലോകത്തെ എല്ലായിടത്തും ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിരുന്നത് പോലെ തന്നെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, ആളുകളെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ഗുരുദർശനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക? നായകനായും സാമൂഹ്യ വിപ്ലവകാരിയുമായുള്ള ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലെ ആകെ തുകയുടെ 1% പോലും വരികയില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിലിപ്പോൾ ഉള്ളത്. കാരണം കുട്ടികൾ എവിടത്തേക്ക് പോകുമ്പോഴും നമ്മുടെ സാംസ്കാരിക നായകന്മാരായിക്കൊള്ളട്ടെ, മറ്റാരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതാണോ ഗുരു എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കൂടിച്ചേർന്നിരിക്കുന്നതും ഈ എൻ്റെ മുന്നിലുള്ള ഈ ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ പൂജ നടത്തുന്നതും ഒക്കെ ഗുരു നമുക്ക് നൽകിയ ഈശ്വര ചിന്തയെക്കുറിച്ച് ഗുരു നമുക്ക് നൽകിയ സന്ദേശമുണ്ട്. എസ്.എൻ.ഡി.പി യൂണിയന്റെ സമാരാധനായ ചെയർമാൻ ശ്രീ സി.എൻ. രാധാകൃഷ്ണൻ അവർകളാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസ് നന്ദിയും പറഞ്ഞു.